കടലിന്റെ തിരകളെ പോലും കുലുക്കിയ ഒരാൾ, ലോക സർക്കാർ ഭയപ്പെട്ട ഒരാൾ, പൈരേറ്റുകൾ ആരാധിച്ച ഒരാൾ. അവനൊരു രാജാവല്ല, പക്ഷേ രാജാക്കന്മാരെ മുട്ടുകുത്തിച്ച മനുഷ്യൻ. അവന്റെ പേര് എഡ്വേർഡ് ന്യൂഗേറ്റ്. ലോകം അവനെ വിളിച്ചത് വൈറ്റ് ബിയർഡ്. എഡ്വേർഡ് ന്യൂഗേറ്റ് ജനിച്ചത് ഒരു ദരിദ്ര ദ്വീപിൽ. പണമില്ല, സുരക്ഷയില്ല, പക്ഷേ ഒരു സ്വപ്നമുണ്ടായിരുന്നു: എനിക്ക് ഒരു കുടുംബം വേണം. വൈറ്റ് ബിയർഡിന്റെ സ്വപ്നം പൈറേറ്റ് കിങ് ആവുക അല്ലായിരുന്നു. അവന് വേണമായിരുന്നത് ഒരു കുടുംബം മാത്രം. അവന്റെ ഹൃദയം ഒരു യോങ്കോയുടെ ശക്തിയേക്കാൾ വലുതായിരുന്നു. ലോകം അവനെ വിളിച്ചത് വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ. അവന്റെ ഡെവിൾ ഫ്രൂട്ട്, ഗുറാ ഗുറാ നോമി. ഒരു കുത്തുകൊണ്ട് ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തി. കടൽ രണ്ടായി പിരിയാം, ദ്വീപുകൾ തകർന്നു പോകാം. മറൈൻസ് പോലും പറഞ്ഞു അവൻ ലോകം തന്നെ നശിപ്പിക്കാൻ കഴിയും. ഫ്ലീറ്റ് ആഡ്മിറൽ സെങ്കോക്കു അവനെ ഏറ്റവും വലിയ ഭീഷണിയായി കണ്ടു. അവൻ നിന്ന കാലം, ഗോൾഡി റോജർ ജീവിച്ചിരുന്ന കാലം. റോജറും വൈറ്റ് ബിയർഡും ശത്രുക്കളോ? അതെ, പക്ഷേ ഒരേ ലെവലിൽ നിന്നവർ. ഒരു തവണ അവർ 3 ദിവസം പോരാടി. കടൽ വിറച്ചു, ആകാശം പിളർന്നു. ഹാക്കി കൂട്ടിയിടിച്ചപ്പോൾ മേഘങ്ങൾ രണ്ടായി പിരിഞ്ഞു. പക്ഷേ ആ പോരാട്ടത്തിന് ശേഷം അവർ ചിരിച്ചു. കാരണം അത് വെറും വൈരമല്ല, അത് ബഹുമാനമായിരുന്നു. വൈറ്റ് ബിയർഡിന് 100 കണക്കിന് പൈറേറ്റുകൾ, പക്ഷെ അവൻ ഒരിക്കലും ക്രൂ എന്ന് വിളിച്ചില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മക്കളാണ്. പോഡ്കാസ്റ്റ് ഡി എയ്സ് അവന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. എയ്സ് ഒരു ഓർഫൻ, ലോകം വെറുത്ത ഒരു പേരിന്റെ മകൻ. പക്ഷേ വൈറ്റ് ബിയർഡ് അവനെ ചേർത്ത് പിടിച്ചു. നീ എന്റെ മകനാണ്. അത് എയ്സിന്റെ ജീവിതം മാറ്റി. എയ്സ് പിടിക്കപ്പെട്ടു, എക്സിക്യൂഷൻ പ്രഖ്യാപിച്ചു. മറൈൻസ് ഒരു ട്രാപ്പ് ഒരുക്കി, പക്ഷെ അവർ മറന്നുപോയി. ഒരു പിതാവിന്റെ കോപം. മറീൻ ഫോർഡിലേക്ക് വൈറ്റ് ബിയർഡ് എത്തി. അവന്റെ ഒരു കുത്ത് സമുദ്രം രണ്ടായി പിരിഞ്ഞു. ആഡ്മിറൽ സക്കാസൂക്കി അവനെ നേരിട്ടു. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ വേഴ്സസ് മറൈൻസുടെ ക്രൂര നീതി. വൈറ്റ് ബിയർഡ് വയസ്സായിരിക്കുന്നു, രോഗം പിടിച്ചു, ശരീരത്തിൽ 100 കണക്കിന് വെടിയുണ്ടകൾ. പക്ഷെ അവന്റെ മനസ്സ് ഇനിയും ഒരു സിംഹം. എയ്സ് രക്ഷപ്പെട്ടു, പക്ഷേ ഒരു നിമിഷം, ഒരു വാക്ക്, അക്കൈനയുടെ പ്രൊവോക്കേഷൻ. എയ്സ് തിരിഞ്ഞു, അവൻ വീണു. വൈറ്റ് ബിയർഡ് എല്ലാം കണ്ടു. ഒരു പിതാവിന്റെ ഹൃദയം അന്ന് തകർന്നു. പക്ഷെ അവൻ കരഞ്ഞില്ല, അവൻ കോപിച്ചു. മെറീൻ ഫോർഡ് വിറച്ചു, അഖൈനുവെ നേരിട്ടടിച്ചു. ഭൂമി പിളർന്നു, കെട്ടിടങ്ങൾ തകർന്നു. വൈറ്റ് ബിയർഡിന്റെ ശരീരത്തിൽ 267 വാൾ മുറിവുകൾ, 152 വെടിയുണ്ടകൾ, 46 പീരങ്കി ആക്രമണങ്ങൾ. പക്ഷേ അവന്റെ പുറത്ത് ഒരു മുറിവുമില്ല, കാരണം അവൻ ഒരിക്കലും ഓടിയില്ല. അവൻ നിന്നു, രക്തത്തിൽ മുക്കി, പക്ഷെ ഇപ്പോഴും അഭിമാനത്തോടെ. The one piece is real. ആ വാക്കുകൾ ലോകം മാറ്റി. അവൻ മരിച്ചില്ല, അവൻ ഒരു കാലഘട്ടം അവസാനിപ്പിച്ചു. ബ്ലാക്ക് ബിയർഡിന്റെ ദ്രോഹം. മാർഷൽ ഡി ടീച്ച് അവന്റെ സ്വന്തം ക്രൂ അംഗം, ദ്രോഹി. അവൻ വൈറ്റ് ബിയർഡിനെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. പക്ഷേ അവസാന നിമിഷം പോലും വൈറ്റ് ബിയർഡ് ഭയപ്പെട്ടില്ല. നീ റോജർ അല്ല, നീ ആ മനുഷ്യനല്ല. അവന്റെ കണ്ണിൽ ഭയമില്ല. വൈറ്റ് ബിയർഡ് ഒരു ട്രഷർ വിട്ടുപോയില്ല, പക്ഷെ ഒരു ലെഗസി വിട്ടു. അവന്റെ മക്കൾ ഇന്നും കടലിൽ സഞ്ചരിക്കുന്നു. അവന്റെ പേര് ഇന്നും മറൈൻസ് ഭയക്കുന്നു. മങ്കി ഡി ലൂഫി അവനെ കണ്ടപ്പോൾ പോലും വൈറ്റ് ബിയർഡ് മനസ്സിലാക്കി, ഈ ബാലൻ ലോകം മാറ്റും. വൈറ്റ് ബിയർഡ് പൈറേറ്റ് കിങ് ആയില്ല, പക്ഷേ അവനൊരു പിതാവായിരുന്നു. ഒരു ദൈവം പോലെ ആരാധിക്കപ്പെട്ട യോങ്കോ, ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. കടൽ ഇന്നും അവന്റെ പേരെ ഓർക്കുന്നു, കാരണം വൈറ്റ് ബിയർഡ് ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ ഒരു ലെജൻഡ്.